ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ തോമാസ് ലീഹ. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമാസ് ലീഹ ക്രിസ്തുവർഷം 52 മധ്യപൗരസ്ത്യ ദേശത്തു നിന്ന് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുവിനെ പ്രഘോഷിച്ച് 7 ക്രൈസ്തവ കൂട്ടായ്മകൾക്ക് അദ്ദേഹം രൂപം കൊടുത്തു. തോമസ് ലീഹ കപ്പലിറങ്ങിയ കൊടുങ്ങല്ലൂർ തുറമുഖവും സ്ഥാപിച്ച 7 പള്ളികളും പ്രാർത്ഥിച്ച മലയാറ്റൂർ മലയും രക്തസാക്ഷിത്വം വരിച്ച പെരിയമലയും ചിന്നമലയും സംസ്കരിക്കപ്പെട്ട മൈലാപ്പൂരിലെ കബറിടവും ഇന്നും തോമസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് തെളിവായി പ്രകാശിക്കുന്നു. മാർത്തോമാസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായി കേരളത്തിൽ 7 സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപപ്പെട്ടു. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവയാണ് തോമസ് ലീഹായാൽ സ്ഥാപിതമായ ആ പുരാതന ദേവാലയങ്ങൾ. കർത്താവിൻ്റെ സ്പർശന അനുഭവത്തിൽ നിന്ന് തോമസ് ലീഹായുടെ അന്തരാത്മാവിൽ ജ്വലിച്ചുയർന്ന എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആ വിശ്വാസ പ്രഖ്യാപനം ശ്ലീഹായ്ക്ക് യേശുവിനോടുള്ള പരമമായ ഭക്തിയുടെ പ്രകടനമത്രേ. മാർത്തോമ നസ്രാണികൾ എന്ന സംജ്ഞയോടുകൂടിയ വലിയൊരു ക്രൈസ്തവ സമൂഹം ഇന്നും ഉണ്ടെന്നുള്ള വസ്തുത ശ്ലീഹായുടെ പ്രേക്ഷിതത്വത്തെ വിളിച്ചറിയിക്കുന്നു. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന ശിഷ്യൻ്റെ ധീരമായ മറുപടി യാഥാർത്ഥ്യമാകുന്നത് AD 72 മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചപ്പോഴാണ്. നമുക്കും തോമസ് ലീഹായെ പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം.